ദക്ഷിണ ഇറാനിലെ US ആക്രമണങ്ങൾക്ക് പിന്നാലെ പശ്ചിമേഷ്യയിലെ US താവളങ്ങളിൽ പ്രത്യാക്രമണങ്ങളുമായി ഇറാൻ. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ, ഇറാഖ് എന്നിവിടങ്ങളിലെ അമേരിക്കയുടെ വ്യോമ നാവിക താവളങ്ങൾ ആക്രമിച്ചെന്നും അമേരിക്കയുടെ MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടെന്നും IRGC അവകാശപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിൽ ഒമാൻ തീരത്തിന് സമീപം UAS ആർമിയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത് ഇറാനാണെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഹോർമൂസ്ഗാൻ പ്രവിശ്യയിലെ ബന്ദർ അബ്ബാസും ഖ്വേഷം ദ്വീപും അടക്കം തന്ത്രപ്രധാന മേഖലകളിൽ US സെൻട്രൽ കമാൻഡ് ആക്രമണം നടത്തിയത്. സമാധാന ചർച്ചകൾ വേഗം കൈവരിക്കുന്നു എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ തൊട്ടടുത്ത ദിവസമാണ് പശ്ചിമേഷ്യ വീണ്ടും യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. ദക്ഷിണ ഇറാനിലെ തന്ത്രപ്രധാനമായ ബന്ദർ അബ്ബാസ്, ഖേഷം ദ്വീപ്, സിരിക്, ജാസിക് മേഖലകളിലാണ് US സെൻട്രൽ കമാൻഡ് പ്രതിരോധ നടപടി എന്ന് വിശേഷിപ്പിച്ച ആക്രമണങ്ങളെ തുടർന്ന് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകളും നിരീക്ഷണ റഡാർ സൈറ്റുകളുമാണ് ലക്ഷ്യമിട്ടതെന്നും ഹോർമൂസ് കടലിടുക്കിൽ US സൈന്യത്തിന്റെ AH-64 അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിനുമുള്ള മറുപടിയാണ് ഇതെന്നുമാണ് വിശദീകരണം. ഇറാനിലെ 20ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് US സൈന്യം പറയുമ്പോൾ 21 ആക്രമണങ്ങളിലൂടെ തിരിച്ചടിച്ചു എന്നാണ് IRGCയുടെ അവകാശവാദം. ജോർദാനിലെ അൽ അസ്രാഖ് ബേസിലെ F-35 ഹാംഗറുകളും കുവൈത്തിലെ അലി അൽ സലേം ബേസും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു എന്നും ജം നഗരത്തിന് മുകളിൽ MQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടെന്നും ഇറാൻ അറിയിച്ചു. ഇറാന്റെ മിസൈലുകൾ നേരിടുന്നതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയവും 5 മിസൈലുകൾ തടഞ്ഞതായി ജോർദാനും സ്ഥിരീകരിച്ചു. US നാവികസേനയുടെ 5th ഫ്ലീറ്റ് ആസ്ഥാനമായ ബഹ്റൈനിൽ ഒന്നിലധികം തവണ സൈറണുകൾ മുഴങ്ങി. തിങ്കളാഴ്ചയാണ് ഒമാൻ തീരത്ത് സമീപം നിരീക്ഷണം നടത്തിവന്ന അപ്പാച്ചെ ഹെലികോപ്റ്റർ കടലിൽ തകർന്നു വീഴുന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരെ അപകടം നടന്ന് 2 മണിക്കൂറിനകം US നേവിയുടെ ടാസ്ക് ഫോഴ്സ് സരോണിക് ഹോർസെയർ എന്ന ആളില്ലാ ട്രോൺ ബോട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി. ഇതിനു പിന്നാലെയാണ് ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത് ഇറാനാണെന്നും ഇതിന് തിരിച്ചടിക്കേണ്ടത് അനിവാര്യമാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റിട്ടത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ വേഗം കൈവരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ഇത്. അതേസമയം ഹെലികോപ്റ്റർ തകർന്നത് മനഃപൂർവ്വമായ ആക്രമണത്തിലല്ല എന്നാണ് ഇറാന്റെ വിശദീകരണം. സുരക്ഷിതരായിരിക്കാൻ വിദേശ സേനകൾ മേഖല വിട്ടു പോകൂ എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പ്രതികരിച്ചു. ഇറാനും ഇസ്രയേലും പരസ്പര ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതിന് പിന്നാലെ വീണ്ടും പശ്ചിമേഷ്യ യുദ്ധ സമാന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത് ആഗോള വിപണിയിലേക്കും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.